മുട്ടയിൽ ആകെ ഗുണമുള്ളതിനകത്ത് മഞ്ഞയിലാണുള്ളത്. അതിലുള്ള കൊളസ്ട്രോളിനെ പേടിച്ച് മുട്ട ഒഴിവാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മുട്ട കഴിക്കാത്തതിന് തുല്യമാണ്. മുട്ടയിൽ വെള്ളം കഴിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ മുട്ട മഞ്ഞ കഴിക്കണം. മുട്ട, പാല്, ഇറച്ചി ഒന്നും കഴിച്ചിട്ടല്ല ഹൃദ്രോഗം ഉണ്ടാകുന്നത്. ഹൃദ്രോഗം ഉണ്ടാകുന്നത് സമീകൃത ആഹാരം കഴിക്കാത്തവർക്ക് ഒന്നാമത്തെ കാര്യം. മുട്ടയിൽ ആകെ ഗുണമുള്ളതിനകത്ത് മഞ്ഞയിലാണുള്ളത്. അതിലുള്ള കൊളസ്ട്രോളിനെ പേടിച്ച് മുട്ട ഒഴിവാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മുട്ട കഴിക്കാത്തതിന് തുല്യമാണ്. മുട്ടയിൽ വെള്ളം കഴിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ മുട്ട മഞ്ഞ കഴിക്കണം. ഈ മുട്ടയുടെ മഞ്ഞ കഴിച്ചിട്ടല്ല കൊളസ്ട്രോൾ കൂടുന്നത്. നിങ്ങൾ ഒരു ദിവസം 3 മുട്ട വരെ കഴിക്കാം. ഞാൻ കഴിക്കാറുണ്ട്. രാവിലെ 1, ഉച്ചയ്ക്ക് 1, രാത്രി 1. ഒരു കുഴപ്പമുണ്ടാവില്ല. മുട്ട കഴിക്കുമ്പോൾ ഇറച്ചിയും മീനും തൈരും വേണ്ടെന്ന് മാത്രം. പ്രോട്ടീൻ കിട്ടണമെങ്കിൽ മുട്ട മുഴുവനായിട്ട് തന്നെ കഴിക്കണം. പക്ഷേ ഈ കൊളസ്ട്രോൾ കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇനിയും തിരിച്ചറിയണം. കൊളസ്ട്രോൾ കൂടുന്നത് നമ്മൾ അമിതമായി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റാണ്. അമിതമായി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കാരണമാണ് കൊളസ്ട്രോൾ കൂടുന്നത്. അത് അമേരിക്കക്കാർ പറയാൻ കാത്തിരിക്കുകയാണ് ഇപ്പോഴും. കാരണം എല്ലാത്തിനും അമേരിക്കനെ മാതൃകയാക്കുന്ന, ആരോഗ്യ മേഖലയിൽ നിയന്ത്രിക്കുന്ന ആൾക്കാർ മുഴുവൻ എല്ലാത്തിനും അമേരിക്കനെയാണ് മാതൃകയാക്കുന്നത്. അതൊക്കെയാണ് നമ്മളെ പരാജയത്തിന് കാരണം. മുട്ടയുടെ വെള്ളയിൽ കുറച്ച് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പോഷകാഹാരമില്ല. അതേസമയത്ത് വേറെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി തുടങ്ങിയ ഒരുപാട് വൈറ്റമിൻസ് മുട്ടയുടെ മഞ്ഞയിലുണ്ട്. അതിൽ കുറച്ച് കൊളസ്ട്രോൾ ഉണ്ടെന്നും പറഞ്ഞാണ് മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും പോഷകാഹാരം ഉള്ളത് മുട്ടയുടെ മഞ്ഞയിലാണ്. അപ്പോൾ മുട്ടയുടെ മഞ്ഞ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. 3 നേരം കഴിക്കണം. അല്ല, മുട്ടയാണെങ്കിൽ 3 നേരം കഴിക്കുക. ഏതെങ്കിലും ഒരു പ്രോട്ടീൻ വേണം. അത് മുട്ടയാണെങ്കിൽ 1 രാവിലെ, 1 ഉച്ചയ്ക്ക്, 1 രാത്രിയും കഴിക്കാം. പക്ഷേ ഒരേ സാധനം കഴിക്കുമ്പോൾ മടുപ്പ് വരാതിരിക്കാനാണ് നമ്മൾ മാറി മാറി കഴിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രോട്ടീൻ വേണം, അത് നിർബന്ധമാണ്. അത് ഇറച്ചിയാവാം, മീനാവാം, മുട്ടയാവാം, തൈരാവാം, അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളാവാം. മുട്ട, പാല്, ഇറച്ചിയൊന്നും കഴിച്ചിട്ടല്ല ഹൃദ്രോഗം ഉണ്ടാകുന്നത്. ഹൃദ്രോഗം ഉണ്ടാകുന്നത് സമീകൃത ആഹാരം കഴിക്കാത്തവർക്ക് ഒന്നാമത്തെ കാര്യം. സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പച്ചക്കറികളും പഴങ്ങളും വേണം. B12, ഫോളിക് ആസിഡ് ഇതൊക്കെ കിട്ടാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അതുകൂടാതെ പുകവലിയും മദ്യപാനമുള്ള അതിൻ്റെ കൂടെ വരും. തടി കൂടിയവർക്കാണ് പിന്നെ ഉണ്ടാകുന്നത്. തടി കൂടുമ്പോൾ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ ശരീരത്തിൽ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത്. ശരീരം മുഴുവൻ മൊത്തത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുക. അതിലൊരു ഭാഗം ലിവറിലുണ്ട്. അപ്പോൾ ലിവറിനെ കേടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രഷർ വരുന്നതും പ്രമേഹം വരുന്നതും രക്തക്കൊഴലുകൾ കേടാവാൻ തുടങ്ങും. ഇതെല്ലാം അടിഞ്ഞു കൂടുമ്പോഴത്തേക്കും ഒരു ശരീരത്തിലൊരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് എന്ന് പറയും. അത് വന്നു കഴിഞ്ഞാൽ രക്തക്കൊഴലുള്ള ഭിത്തികളൊക്കെ കേടാവാൻ തുടങ്ങും. ഇവർക്കാണെങ്കിൽ പച്ചക്കറികളും പഴങ്ങളും കഴിക്കാത്തതുകൊണ്ട് വിറ്റാമിനുകൾ കിട്ടുന്നുമില്ല. B12 കിട്ടില്ല, ഫോളിക് ആസിഡ് ഇല്ല. B12 വൈറ്റമിൻസ് ഇറച്ചിയിലൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലുണ്ടാവും. ഇതൊന്നും കഴിക്കുന്നില്ല. അപ്പം B12 ഇല്ല, ഫോളിക് ആസിഡ് ഇല്ല, വൈറ്റമിൻ ഡി ഇല്ല, വൈറ്റമിൻ സി ഇല്ല. ഇതൊക്കെ കൊണ്ടാണ് രോഗങ്ങൾ വരുന്നത്. അതേസമയത്ത് ഇവർ ഒരുപാട് ഭക്ഷണം കഴിച്ച് തടി കൂടിയിട്ടുണ്ടാവും. ഈ തടി കൂടുമ്പോൾ കൊഴുപ്പ് രൂപത്തിൽ ഫാറ്റ് ശരീരം മുഴുവൻ അടിഞ്ഞു കൂടുന്ന കൂടെ ലിവറിലുണ്ടാവും, കൊളസ്ട്രോൾ കൂടും. എന്നിട്ട് അതിനെക്കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാനെന്ന് പറഞ്ഞാൽ ആകെയുള്ള പ്രോട്ടീൻ സോഴ്സ് നമ്മൾ ഒഴിവാക്കും. മുട്ട കഴിക്കരുതെന്ന് പറയും. യഥാർത്ഥത്തിൽ ഭക്ഷണത്തെപ്പറ്റി അറിയായ്മയാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ രോഗമെന്ന് എനിക്ക് തോന്നാറുണ്ട്.